മെഹർ അഹമ്മദ് എന്ന വിദ്യാർത്ഥി 2024 നവംബർ മാസം 4-ന് ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ തിരുവാണിയൂരിൽ 9ാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്തത്. മെഹർ അഹമ്മദ് പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കെടുക്കുന്നതായും ഗ്ലോബൽ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് അധികാരികൾ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. മെഹർ അഹമ്മദ് സഹപാഠികളോട് വളരെ സൗഹാർദ്ദപരമായാണ് പെരുമാറിയിരുന്നതെന്നും പഠന വിഷയങ്ങളിൽ മികവ് പുലർത്തിയതായും ക്ലാസ്സിൽ കൃത്യമായി ഹാജരാകാറുണ്ടായിരുന്നതായും ഏൽപ്പിക്കുന്ന അസൈൻമെൻറ്റുകൾ സമയബദ്ധമായി സമർപ്പിച്ചിരുന്നതായും സ്വഭാവ സംബന്ധമായ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നുവെന്നും ക്ലാസ് ടീച്ചർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മരണപ്പെടുന്നതിന് തലേദിവസം സ്കൂളിനുള്ളിൽ വെച്ചും സ്കൂൾ ബസ്സിനുള്ളിൽ വെച്ചും തൻ്റെ മകന് ചില വിദ്യാർത്ഥികളിൽ നിന്ന് അതിക്രൂരമായ റാഗിങ്ങും ശാരീരിക ഉപദ്രവവും അനുഭവപ്പെടേണ്ടി വന്നതായി മകൻ്റെ കൂട്ടുകാരിൽ നിന്നും സാമൂഹ്യ മാധ്യമ സന്ദേശങ്ങളിൽ നിന്നും തങ്ങൾക്ക് വിവരം ലഭിച്ചതായി കുട്ടിയുടെ മാതാവ് രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. മകൻ മരണപ്പെട്ട ശേഷം സ്കൂളിലെ സഹപാഠികളും ചില സുഹൃത്തുക്കളും ചേർന്ന് ഇൻസ്റ്റാഗ്രാമിൽ ആരംഭിച്ച ജസ്റ്റിസ് ഫോർ മെഹർ എന്ന കൂട്ടായ്മയിലൂടെ പങ്കുവയ്ക്കപ്പെട്ട സന്ദേശങ്ങളിലൂടെയാണ് മെഹർ സ്കൂളിൽ അനുഭവിച്ച അതിക്രൂരമായ റാഗിങ്ങിനെ സംബന്ധിച്ചിടത്തോളം പുറം ലോകം അറിയുന്നത്. ചില കുട്ടികൾ മെഹറിനെ ക്രൂരമായി തല്ലുകയും ശാരീരികവും മാനസികവുമായി പ്രാകൃതമായ രീതിയിൽ പീഡിപ്പിക്കുകയും ചെയ്തതായുള്ള വിവരങ്ങൾ ജസ്റ്റിസ് ഫോർ മെഹർ എന്ന കൂട്ടായ്മയിൽ പങ്കുവയ്ക്കപ്പെട്ടിട്ടുള്ളതായി മെഹറിൻ്റെ മാതാവ് സമർപ്പിച്ച പരാതിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. മകൻ്റെ മരണത്തിന് ഏക കാരണം മകൻ നേരിട്ട അതിക്രൂരവും സമാനതയില്ലാത്തതുമായ റാഗിംഗ് ആണെന്ന് മാതാവ് ഉറച്ചു വിശ്വസിക്കുകയാണ്. മകൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് ലഭ്യമായ വിവരങ്ങൾ സ്കൂൾ പ്രിൻസിപ്പാളിന് കൈമാറിയിരുന്നു. എങ്കിലും ഈ വിവരങ്ങൾ പോലീസിന് കൈമാറിയെന്ന ലാഘവത്തോടെയുള്ള മറുപടിയാണ് സ്കൂൾ അധികൃതരിൽ നിന്ന് ലഭിച്ചതെന്നും റാഗിങ്ങുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ പോലീസിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും മറച്ചുപിടിക്കാനാണ് സ്കൂൾ അധികൃതർ ശ്രമിക്കുന്നതെന്നും മാതാവിൻ്റെ പരാതിയിൽ പറയുന്നു. ഈ വിഷയം ചർച്ച ചെയ്യരുതെന്ന് കുട്ടികളെ സ്കൂൾ മാനേജ്മെൻറ്റ് ഭീഷണിപ്പെടുത്തുന്നതായും ജസ്റ്റിസ് ഫോർ മെഹർ എന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഡിലീറ്റ് ആക്കുകയും ചെയ്തതായി മാതാവ് ആരോപിക്കുന്നു. ഈ വിഷയത്തിൽ വിശദമായ അന്വേഷണത്തിന് സർക്കാർ നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിയുടെ മാതാപിതാക്കൾ, ഗ്ലോബൽ പബ്ലിക് സ്കൂൾ അധികാരികൾ, കാക്കനാട് ജെംസ് സ്കൂൾ എന്നിവിടങ്ങളിലെ അധ്യാപകർ, സ്കൂൾ മാനേജ്മെൻറ്റ് പ്രതിനിധികൾ എന്നിവരെ 2025 ഫെബ്രുവരി മാസം 3-ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നേരിൽ കണ്ട അന്വേഷണം നടത്തുകയുണ്ടായി. പ്രസ്തുത നേർകൂടിക്കാഴ്ചയിൽ മാതാവ് ഉന്നയിച്ച റാഗിംഗ് സംബന്ധമായ ആരോപണങ്ങൾ സ്കൂൾ അധികാരികൾ നിഷേധിക്കുകയുണ്ടായി. മെഹർ അഹമ്മദിൻ്റെ ദൗർഭാഗ്യകരമായ മരണത്തിന് ശേഷം തങ്ങളുടെ കുട്ടികൾക്കും സ്കൂളിൽ വച്ച് സമാനമായ റാഗി നേരിടേണ്ടി വന്നിട്ടുള്ളതായി വെളിപ്പെടുത്തി നിരവധി മാതാപിതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട്. തൻ്റെ മകന് ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ വച്ച് ഭീകരമായ റാഗിംഗ് അനുഭവങ്ങൾ നേരിടേണ്ടി വന്നതായും അവനെ ആത്മഹത്യയുടെ വക്ക് വരെ എത്തിച്ചതായും പരാതി സ്കൂളിൽ അധികൃതർ അവഗണിച്ചതിനാൽ TC വാങ്ങിയ കുട്ടിയെ മറ്റു സ്കൂളിലേക്ക് ചേർക്കേണ്ടി വന്നതായും ഒരു രക്ഷകർത്താവ് വെളിപ്പെടുത്തുകയുണ്ടായി. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലല്ല CBSE സ്കൂളുകൾ പ്രവർത്തിക്കുന്നതെങ്കിലും അവയ്ക്ക് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ NOC ആവശ്യമാണ്. ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ NOC ലഭിച്ചതുമായി ബന്ധപ്പെട്ട രേഖകൾ അടിയന്തരമായി സമർപ്പിക്കാൻ സ്കൂൾ അധികാരികളോട് വിദ്യാഭ്യാസ ഡയറക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട്. സ്കൂൾ നടത്തുവാനുള്ള NOC ഈ സ്കൂൾ ഹാജരാക്കിയിട്ടില്ല. മേൽ വിഷയത്തിൽ അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കി തുടർ നടപടികൾ ദ്രുതഗതിയിൽ സ്വീകരിച്ചു വരികയാണ്. ഈ വിഷയം വളരെ ഗൗരവത്തോടു കൂടിയാണ് സർക്കാർ കാണുന്നത്.